ഹലോ സ്റ്റുഡൻസ്, നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ് കേട്ടോ. മൊഡ്യൂൾ 4 ട്രാൻസ്ഡ്യൂസേഴ്സും റെക്കോർഡേഴ്സും വരുന്നുണ്ട്. അപ്പം നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ഒരു ഭാഗമായിട്ടും റെക്കോർഡേഴ്സ് മറ്റൊരു ഭാഗമായിട്ടും കാണാം. അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഭാഗം മാത്രം പഠിച്ചുകൊണ്ട് പോയാലും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ റെക്കോർഡേഴ്സിൻ്റെ ഭാഗം ഞാൻ എടുക്കുന്നില്ല, ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഭാഗം മാത്രം നല്ലോണം നോക്കിക്കൊണ്ട് പോവുക. 1 മാർക്കും 3 മാർക്കും ഒക്കെ അതിൽ നിന്ന് ചോദിച്ച് കാണുന്നുണ്ട്. 5 മാർക്കിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും റെക്കോർഡർ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ എങ്ങാനും റെക്കോർഡർ 1 മാർക്കിന് ചോദിച്ചാലും ആ 1 മാർക്കല്ലേ, സാരില്ല, നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ട്രാൻസ്ഡ്യൂസർ എന്താണ് എന്ന് നോക്കാം. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജീനെ മറ്റൊരു ഫോം ഓഫ് എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഒരു ഡിവൈസ് എന്ന് ഓർത്ത് വയ്ക്കുക ട്രാൻസ്ഡ്യൂസറിനെ. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്ന ഈ പരിപാടീനെ, ഈ കൺവെർഷനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഡക്ഷനാണ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുക. ട്രാൻസ്ഡ്യൂസർ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഒരു ഡിവൈസുമാണ്. ഇനി ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെ തരം ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ രീതിയിലൊക്കെ 3 മാർക്കിനൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ പലതരം ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട് ക്ലാസിഫിക്കേഷനിൽ. ആക്റ്റീവും പാസീവും ആയിട്ട് നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്റ്റേണൽ പവറിൻ്റെ ആവശ്യമില്ല. അത് വർക്ക് ചെയ്യാൻ എക്സ്റ്റേണൽ പവറിൻ്റെ ആവശ്യമില്ലാത്തതാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതായത് അത് തന്നെ എനർജി ഉണ്ടാക്കും. ഓക്കെ, അത് തന്നെ സ്വയം പവർ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടാവും. അത് എക്സാമ്പിൾ ഫോട്ടോ വോൾട്ടേക് സെല്ലാണ് ഒന്ന്, പിന്നെ പീസോ ഇലക്ട്രിക് സെല്ലാണ്. ഫോട്ടോ വോൾട്ടേക് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പാനലിലൊക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോ വോൾട്ടേക് സെല്ലാണ്. അപ്പോൾ അതിന് എനർജി വന്നു കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് ഫോട്ടോ എനർജി വരുമ്പോൾ അപ്പോൾ അത് ഇതായിട്ട് മാറും, കറണ്ടായിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അതേപോലെ പീസോ ഇലക്ട്രിക് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫോഴ്സോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഇതായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെയാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സെല്ലുകളെയാണ്, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഡ്യൂസറുകളെയാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അടുത്ത പാസീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ആക്റ്റീവും ഉണ്ട് പാസീവും ഉണ്ട്. ആക്റ്റീവ് വർക്ക് ചെയ്യാൻ എക്സ്റ്റേണൽ പവർ ആവശ്യമില്ല എങ്കിൽ പാസീവിന് വർക്ക് ചെയ്യാൻ എക്സ്റ്റേണൽ പവർ ആവശ്യമാണ്. അത് എല്ലാതരം കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എല്ലാം അതിൽ വരുന്ന പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ സ്ട്രെയിൻ ഗേജ് ഒരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. തെർമിസ്റ്റർ, ഇതൊക്കെ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സാണ്. ഓക്കെ, അപ്പോൾ പാസീവ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്ട്രെയിൻ ഗേജ്, തെർമിസ്റ്റർ, തെർമോകപ്പിൾ, പീസോ ഇലക്ട്രിക്, ഫോട്ടോ വോൾട്ടേക് സെല്ല്, ഇതൊക്കെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. അനലോഗ് ട്രാൻസ്ഡ്യൂസറും ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അനലോഗ് ആയിട്ടുള്ള സിഗ്നൽസിനെ പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ട് സിഗ്നൽ. അടുത്തത് നമുക്കുള്ളത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് കേട്ടോ. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയും അനലോഗ് സിഗ്നൽസ് ആണെങ്കിൽ അനലോഗ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതിന് എക്സാമ്പിൾ തെർമിസ്റ്റർ, സ്ട്രെയിൻ ഗേജ്, LVDT, തെർമോകപ്പിളൊക്കെയാണ്. ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിജിറ്റലായി വരും, ഔട്ട്പുട്ട് പൾസിൻ്റെ ഫോമിൽ വരുന്നതിനെയാണ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അത് എക്സാമ്പിൾ ഡിജിറ്റൽ ടാക്കോമീറ്റർ, ഷാഫ്റ്റ്, എൻകോഡറൊക്കെയാണ്. ഓക്കെ, അടുത്തത് പ്രൈമറി ട്രാൻസ്ഡ്യൂസറും ഉണ്ട്, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറും ഉണ്ട്. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നതിനെയാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഒരു നോൺ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. അപ്പോൾ ഇതിൽ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത് ഏകദേശം ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും. ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് മെഷർമെൻറ്റിലാണ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. അതെന്ത് ചെയ്യും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാക്കി മാറ്റിയതിന് ശേഷം നമ്മളൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ വയ്ക്കും. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഈ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ബോർഡൺ ട്യൂബ്,
ഡയഫ്രോം, ബെല്ലോസ് ഒക്കെയാണ്. അതൊക്കെ മെക്കാനിക്കലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ LVDT ആണ്. ഓക്കെ, അപ്പോൾ പ്രഷർ മെഷർമെൻറ്റിന് ഇവിടെ ഒരു അവർ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ബോർഡൺ ട്യൂബ് അതൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി മാറ്റുകയാണ് ഒരു പുള്ളി വഴി. അങ്ങനെ അത് ഔട്ട്പുട്ട് LVDTയിലേക്ക് കൊടുക്കുകയും LVDTയിൽ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുകയും, അപ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അടുത്തത് ട്രാൻസ്ഡ്യൂസറും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറും. ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കും. അതിന് എക്സാമ്പിൾ LVDT ആണ്. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നതിനെയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഗാൽവനോമീറ്റർ, ലൗഡ് സ്പീക്കറൊക്കെയാണ്. അതായത് ഗാൽവനോമീറ്റർ എന്താണ് ചെയ്യുക? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതൊരു പോയിന്റിനെ ഡിഫ്ലക്ഷനാക്കി മാറ്റുകയല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് അതൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ഒരു കറണ്ട് പോകുമ്പോൾ അതൊരു ഡിഫ്ലക്ഷനാക്കി കാണിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റി. അതേപോലെ ലൗഡ് സ്പീക്കറിൽ എന്താ സംഭവിക്കുക? നമ്മൾ ലൗഡ് സ്പീക്കറിന് ഇന്ന് വരുന്നത് ഒരു കറണ്ടായിരിക്കും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ വരിക. ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എന്താക്കി മാറ്റുന്നു? ലൗഡ് സ്പീക്കർ ശബ്ദമാക്കി മാറ്റുന്നു. ഓക്കെ, സൗണ്ട് സിഗ്നലാക്കി മാറ്റുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നതുകൊണ്ട് അതിന് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ആണെന്ന് വിളിക്കാം. അടുത്തത് മെക്കാനിക്കലും ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്താണ് ചെയ്യുക? മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആക്കും. എക്സാമ്പിൾ ബോർഡൺ ട്യൂബാണ്. ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റും. എക്സാമ്പിൾ LVDT ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഈ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യം തന്നെ വരുന്നത് അക്യുറസിയാണ്. അക്യുറസി നമ്മൾ ആദ്യം ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ ഇത് പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അക്യുറസി എന്താണെന്ന്. അതെന്താണ്? ക്ലോസ്നെസ് with which reading approaches true value of the input being measured. അപ്പോൾ ക്ലോസ്നെസ് ടു ദി ആക്ച്വൽ ഇൻപുട്ട്. ഓക്കെ, എത്ര ആക്ച്വൽ ഇൻപുട്ടായിട്ട് എത്ര ക്ലോസ് ആണോ അതിനെയാണ്, റീഡിങ് എത്ര ക്ലോസ് ആണോ അതിനെയാണ് അക്യുറസി എന്ന് വിളിക്കുന്നത്. റഗഡ്നെസ് ഉണ്ട് അടുത്തത്. റഗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓവർലോഡ് വന്നാലും മെക്കാനിക്കലി ഇതിന് എത്ര വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഈ ട്രാൻസ്ഡ്യൂസറിന് എത്ര വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഓവർലോഡ് വന്നാലും, അതിനെയാണ് റഗഡ്നെസ് എന്ന് പറയുന്നത്. അടുത്ത ലീനിയാരിറ്റി ഉണ്ട്. ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അതായത് ഇൻപുട്ട് മാറുന്നത് പോലെ ഔട്ട്പുട്ട് മാറുന്നുണ്ടെങ്കിൽ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ടെങ്കിൽ അത് ലീനിയറാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലീനിയാരിറ്റി. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി വരുന്നത്, ക്യാരക്ടറിസ്റ്റിക് വരുന്നത് റിപ്പീറ്റബിലിറ്റിയാണ്. റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് നോക്കിയാലും ഒരേ ഇൻപുട്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഔട്ട്പുട്ട് തന്നെ വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബൈ വിച്ച് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ബൈ വിച്ച് ഔട്ട്പുട്ട് റിമെയിൻസ് എക്സാക്ട്ലി ദ സെയിം അണ്ടർ സെയിം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ വെൻ സെയിം ഇൻപുട്ട് ഈസ് ഗിവൺ. ഒരേ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഒരേ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരേ ഔട്ട്പുട്ട് വരുന്നു എങ്കിൽ അത് റിപ്പീറ്റബിലിറ്റി കാഴ്ചവെക്കുന്നുണ്ട്. അടുത്തത് സൈസ് സ്മോളായിരിക്കണം. അതേപോലെ മിനിമം വെയിറ്റും മിനിമം വോളിയവും ആയിരിക്കണം. ഓക്കെ, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ സൈസിലുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ആയിരിക്കണം. അല്ലെങ്കിൽ അത് അത്രയും സ്പേസ് വരുമെങ്കിൽ ഒരു വലിയൊരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ട്രാൻസ്ഡ്യൂസറും കൂടെ വെക്കേണ്ട ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടെ വരികയാണെങ്കിൽ വെറുതെ ട്രാൻസ്ഡ്യൂസറിന് അത്രയും സ്ഥലം കൂടെ പോവുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടല്ലേ, അത്രയും സ്പേസ് കൺസ്യൂം ചെയ്യുമല്ലോ. അടുത്തത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റീസണബിളി ഹൈ ആയിരിക്കണം. ഔട്ട്പുട്ട് നോയ്സിനേക്കാളും വലുതായിരിക്കണം. എന്നാലേ നമുക്കത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാലേ നമുക്ക് മര്യാദയ്ക്ക് എടുത്ത് അത് പ്രോസസ്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അത്യാവശ്യം ഹൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് റീഡിങ്ങിലേക്ക് കാണിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം. സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റൽ ചേഞ്ചസിന് വെച്ചിട്ടൊന്നും ഇത് മാറാൻ പാടില്ല. ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് മാറാൻ പാടില്ല. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. അടുത്ത ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ടും ലാർജസ്റ്റ് മെഷറബിൾ ഇൻപുട്ടും തമ്മിലുള്ള റേഞ്ചിനെയാണ്, ഓപ്പറേറ്റിംഗ് റേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ഡൈനാമിക് റേഞ്ച്. ഇറ്റ് ഈസ് എ റേഞ്ച് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് സിഗ്നൽ ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്താണ്? എത്ര
വേഗം ഔട്ട്പുട്ട് തരുന്നു, ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് തരുന്നു. മെഷേർഡ് ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് ഇപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മളൊരു തെർമിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാറുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ട് തരണം അല്ലേ? അപ്പോൾ അത്രയും എത്ര സ്പീഡിലാണോ ഔട്ട്പുട്ട് തരുന്നത്, ഇൻപുട്ട് മാറുന്നതനുസരിച്ച് എത്ര സ്പീഡിലാണോ ഔട്ട്പുട്ട് തരുന്നത്, അതിനെയാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അടുത്ത സെലക്ഷൻ ക്രൈറ്റീരിയ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഷോർട്ട് ആൻസറിലാണ് ചോദിക്കുന്നത്. അതിന് സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ട്രാൻസ്ഡ്യൂസറാണ് ഈ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഈ അപ്ലിക്കേഷന് ഏത് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കണം എന്ന് അറിയാൻ നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ടെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, എന്ത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്, റെസിസ്റ്റീവ് ആണോ, ഇൻഡക്റ്റീവ് ആണോ, കപ്പാസിറ്റീവ് ആണോ, ഒപ്റ്റോ ഇലക്ട്രിക് ആണോ, ഇലക്ട്രോണിക് ആണോ, പീസോ ഇലക്ട്രിക് ആണോ, അങ്ങനെ ഏത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അതേപോലെ സെൻസിറ്റിവിറ്റി, ട്രാൻസ്ഡ്യൂസർ സെൻസിറ്റീവ് ആയിരിക്കണം. ഈ ഔട്ട്പുട്ട് ഡിറ്റക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് തരാനുള്ള അത്രയും സെൻസിറ്റിവിറ്റി അതിനുണ്ടാവണം. ഓപ്പറേറ്റിംഗ് റേഞ്ച്, അതായത് ഇതിൻ്റെ റേഞ്ച് റിക്വയർമെൻറ്റ്സും നല്ല റെസൊല്യൂഷനും ഒക്കെ ഉണ്ടാവണം ഈ എൻറ്റയർ റേഞ്ചിൽ. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ തീച്ചൂളയുടെ അല്ലെങ്കിൽ കില്ലിൻ്റെ ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, തൗസൻഡ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് സെൽഷ്യസ് ആയിരിക്കും അല്ലേ? അപ്പോൾ അത്രയും റേഞ്ചിലൊക്കെ ഇതിന് മെഷർ ചെയ്യാനുള്ള റെസൊല്യൂഷനും കപ്പാസിറ്റിയും ഉണ്ടോ, ഓക്കെ, അതിന് ഓപ്പറേറ്റിംഗ് റേഞ്ച് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ എൻവയോൺമെൻറ്റിലും അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ എന്താ പറയുക, വളരെ ടെമ്പറേച്ചറിന് ഭയങ്കര വ്യത്യാസം വരുന്ന ഒരു എൻവയോൺമെൻറ്റ് ആവാം, അല്ലെങ്കിൽ വളരെ കൊറോസീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ആവാം, അങ്ങനത്തെ അല്ലെങ്കിൽ പ്രഷർ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാവാം. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോമ്പാറ്റബിൾ ആണോ എന്നും ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. ഇൻസെൻസിറ്റിവിറ്റി ടു അൺവാണ്ടഡ് സിഗ്നൽസ്, അതായത് അൺവാണ്ടഡ് സിഗ്നൽസ്, നോയ്സിനെയൊക്കെ വെച്ചിട്ട് അതിനോടൊക്കെ ഇൻസെൻസിറ്റീവ് ആണോ, ഓക്കെ, നോയ്സ് വരുമ്പോൾ അതൊന്നും ഡിറ്റക്റ്റ് ചെയ്യാത്ത ഇതുണ്ടോ, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ, അതൊക്കെ നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ പെടും. യൂസേജ് ആൻഡ് റഗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കലും ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റീസും ഒക്കെ ഒരു സ്യൂട്ടബിൾ ട്രാൻസ്ഡ്യൂസറിന്, അതായത് റഗഡ്നെസ്സും വേണം, അതേപോലെ സൈസും വെയ്റ്റും അത്രയും കുറവുമായിരിക്കണം, ഓക്കെ. അതായത് സൈസും വെയ്റ്റും കുറയും തോറും എന്താണ് സംഭവിക്കുക, മെക്കാനിക്കലി അത്രയും വീക്കായിട്ടുള്ളൊരു സാധനമായിരിക്കും അല്ലേ, വളരെ എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നശിച്ചു പോകാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ റഗഡ്നെസ്സും വേണം, അതേപോലെ അത് വേഴ്സസ് സൈസും വെയ്റ്റും അതേപോലെ തന്നെ കൺട്രോൾഡ് ആയിരിക്കണം. അത്രയും വളരെ സൈസും വെയ്റ്റും കൂടുതലുള്ള ഒരു സാധനവും ആവാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യേണ്ടി വരും. സൈസ് ആൻഡ് കോസ്റ്റ്, സ്മോൾ സൈസും ലോ കോസ്റ്റുമാണ് എല്ലാ ആപ്ലിക്കേഷൻസിനും വേണ്ടത്. വേറെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടി വരും? അക്യുറേറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ലീനിയർ, ഹൈ സ്പീഡ് ഓഫ് റെസ്പോൺസ് വേണ്ടി വരും. ഔട്ട്പുട്ട് ഷുഡ് ബി ഹൈ ഇനഫ് ടു ബി റെക്കോർഡഡ് ആൻഡ് പ്രോസസ്ഡ്, ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അടുത്തത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിക്കാം. ഇതിലേതെങ്കിലുമൊക്കെ 7 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. തെർമോകപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് 3 ഇഫക്റ്റുകൾ വെച്ചിട്ടാണ്. സീബക്ക്, പെൽറ്റിയർ, തോംസൺ എന്ന് പറയുന്ന 3 ഇഫക്റ്റ്. സീബക്ക് എഫക്റ്റ്, പെൽറ്റിയർ എഫക്റ്റ്, തോംസൺ എഫക്റ്റ്. സീബക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 മെറ്റലുകൾ, ഓക്കെ, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റലുകൾ അവരുടെ 2 അറ്റങ്ങൾ കൂട്ടി മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാവുന്നു എന്നുള്ളതാണ് സീബക്ക് എഫക്റ്റ് പറയുന്നത്, ഓക്കെ. ഡിഫറെൻറ്റ് മെറ്റൽസ് കൂട്ടി മുട്ടിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറും ആണെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാവുന്നു, EMF ജനറേറ്റ് ആവുന്നു. പെൽറ്റിയർ എഫക്റ്റ് എന്ത് പറയുന്നു? പെൽറ്റിയർ എഫക്റ്റ് നേരെ തിരിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അവർ തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, 2 ഡിസിമിലർ മെറ്റൽസ് തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ
സോറി, രണ്ട് ഡിസിമിലർ മെറ്റൽസ് ൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഇ എം എഫ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, അവർ തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. നേരെ തിരിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു ജംഗ്ഷൻ, അതായത് രണ്ട് മെറ്റൽസ് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എത്ര ജംഗ്ഷൻ ഉണ്ട്? രണ്ട് മെറ്റൽസ് രണ്ടിടത്ത് ജോയിൻ ചെയ്ത് രണ്ട് ജംഗ്ഷനായി അല്ലേ. അപ്പോൾ ഒരു ജംഗ്ഷൻ ഹോട്ടറും ആവും, ഒരു ജംഗ്ഷൻ കോൾഡറും ആവും. അതിനെയാണ് ഈ പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഹോട്ടും ആവും കോൾഡും ആവും. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നുണ്ട്, അതുകൊണ്ടൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. അപ്പോൾ ഒരു ഇ എം എഫ് ഉണ്ടാവും. അതാണ് സീബക്ക് എഫക്റ്റ് പറയുന്നത്. എങ്കിൽ നേരെ തിരിച്ച് ഇവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ ഹോട്ടായിരിക്കും, ഒരു ജംഗ്ഷൻ കോൾഡായിരിക്കും എന്നാണ് പെൽറ്റിയർ എഫക്റ്റ് പറയുന്നത്. തോംസൺ എഫക്റ്റ് എന്ത് പറഞ്ഞു എന്നറിയോ? തോംസൺ അപ്പോൾ എന്ത് പറഞ്ഞു? ഇപ്പോൾ പെൽറ്റിയർ എഫക്റ്റിൻ്റെയും തോംസൺ എഫക്റ്റിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് സീബക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തോംസൺ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഹാവിങ് എ തെർമൽ ഗ്രേഡിയൻറ്റ് എലോങ് ഇറ്റ്സ് ലെങ്ത്, ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് അറ്റ് വൺ പോയിൻറ്റ് ആൻഡ് ലിബറേറ്റഡ് അറ്റ് അനദർ. അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഒരു സാധനത്തിൽ കൂടെ, ഓക്കെ, ഒരു മെറ്റലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏരിയയിൽ ഒരു തെർമൽ ഗ്രേഡിയൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ടെമ്പറേച്ചർ ചേഞ്ചും ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ ഹീറ്റ് ഒരു ഭാഗത്ത് അബ്സോർബ് ആവുകയും മറ്റൊരു ഭാഗത്ത് ലിബറേറ്റ് ആവുകയും ചെയ്യുന്നു. അബ്സോർബ് ആവുന്ന ഭാഗം ഹോട്ട് ജംഗ്ഷനും ലിബറേറ്റ് ആവുന്ന ഭാഗം കോൾഡ് ജംഗ്ഷനും ആവുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് എ തെർമോകപ്പിൾ. ഈ തെർമോകപ്പിൾ വരയ്ക്കാനൊന്നും പഠിക്കണം കേട്ടോ, ഇതൊന്ന് വരച്ച് പഠിക്കണം. അതായത് ഇവിടെ രണ്ട് മെറ്റലുകൾ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. ഒരു ഹോട്ട് ജംഗ്ഷൻ കാണാമല്ലോ. അപ്പോൾ ആ ജംഗ്ഷനാണ് പുറത്തേക്ക് നമ്മുടെ എവിടെയാണോ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നിൽക്കുന്നത് ആ ഹോട്ട് ജംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് മെറ്റലുകളും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റലുകളാണ്. അത് ഒരു ഇൻസുലേഷൻ വഴി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് എക്സ്റ്റൻഷൻ ഓർ കോമ്പൻസേറ്റിംഗ് ലീഡ്സ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഒരു റെഫറൻസ് ജംഗ്ഷനിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഹോട്ട് ജംഗ്ഷൻ ഉണ്ട്, മറ്റേ ഭാഗത്ത് ഒരു ഇതുണ്ടാവുന്നുണ്ട് കേട്ടോ, ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് ഇ എം എഫ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുകയെന്ന് അറിയോ? ഇതിനകത്ത് രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആണ്. എന്നിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ പുറത്തേക്ക് വന്ന ഹോട്ട് ജംഗ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഫർണസിൻ്റെ അടുത്ത് വെക്കും. അപ്പോൾ നല്ല ഹോട്ടാവും അത്. അപ്പോൾ മറ്റേ ജംഗ്ഷൻ എന്തായി? കോൾഡ് ജംഗ്ഷനായി അല്ലേ. അപ്പോൾ അവിടെ തമ്മിലൊരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടായല്ലോ. ഒരു ജംഗ്ഷൻ ഹോട്ടും ഒരു ജംഗ്ഷൻ കോൾഡും ആണെങ്കിൽ എന്തുണ്ടാവുന്ന പറഞ്ഞത്? ഇ എം എഫ് ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പോൾ ഇ എം എഫ് അവിടെ ഉണ്ടാവുന്നു. ആ ഇ എം എഫിനെ മെഷർ ചെയ്യാനാണ് ആ റെഫറൻസ് ജംഗ്ഷനിൽ ഒരു മെഷറിങ് ഇത് വെച്ചിട്ടുള്ളത്, മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇ എം എഫ് മെഷർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഇ എം എഫ് ഇതിന് പ്രൊപ്പോർഷണലായിരിക്കും അല്ലേ, ടെമ്പറേച്ചർ ചേഞ്ചിന് പ്രൊപ്പോർഷണലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ്ലി കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും ടെമ്പറേച്ചറിൻ്റെ ഇതുമായിട്ട്, മെഷർമെൻറ്റുമായിട്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ത് ടേംസിലായിരിക്കും? ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൻ്റെ ടേംസിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ടെമ്പറേച്ചർ കിട്ടിയില്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെമ്പറേച്ചർ മെഷർ ചെയ്ത് കിട്ടി. അപ്പോൾ തെർമോകപ്പിൾ എന്താണ്? തെർമോകപ്പിൾ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. രണ്ട് ഡിസിമിലർ മെറ്റൽസ് ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഒന്ന് കോൾഡും ഒന്ന് ഹോട്ടും ആണെങ്കിൽ അവിടെ ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇ എം എഫ് മെഷർ ചെയ്തിട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റ്, ഒരു ഇതാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ട് തെർമോകപ്പിൾസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അയൺ കോൺസ്റ്റാൻറ്റ് തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ മോളിബ്ഡനം തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ടെമ്പറേച്ചർ സെൻസേഴ്സിൽ ഉപയോഗിക്കാം, അതേപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാം, അതേപോലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം, ക്രയോജനിക്കും ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിനൊക്കെ അത് ഉപയോഗിക്കാം. തെർമോകപ്പിൾസ് ഹീറ്റ് പമ്പായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദേ ആർ യൂസ് ടു ടെസ്റ്റ് ടെമ്പറേച്ചർ ഇൻ കെമിക്കൽ പ്ലാന്റ്സ്, പെട്രോളിയം പ്ലാന്റ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഗ്യാസ് മെഷീൻസിൽ ഡിറ്റക്റ്റിംഗ് ദി പൈലറ്റ് ഫ്ലെയിം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് മെഷീൻസിലും തെർമോകപ്പിൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അടുത്തത് തെർമിസ്റ്റർ. തെർമിസ്റ്റർ എന്താണെന്നറിയോ? അതൊരു പാസീവ് ട്രാൻസ്ഡ്യൂസറാണ്. ഓക്കെ, അതും ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ തെർമൽ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. കാരണം എന്താണ്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തെർമൽ റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് NTC ആവാം, PTC ആവാം. NTC എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള തെർമിസ്റ്റർ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് തെർമിസ്റ്ററാണ് NTC. അതിന് എക്സാമ്പിളാണ് മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട്, അയേൺ, ഇതിൻ്റെയൊക്കെ ഓക്സൈഡ്സ്. ഓക്കെ, മെറ്റലിക് ഓക്സൈഡ്സ് ലൈക്ക് മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട്, അയേൺ ഒക്കെ NTC ആയിട്ട് വരും. ഓക്കെ, NTCയുടെ ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെയാണ് വരിക. നോക്കൂ, റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ വരുമ്പോൾ റെസിസ്റ്റൻസ്
കുറയും തോറും, അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും അല്ലേ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ NTC ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. PTC എന്ന് പറയുന്ന പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് തെർമിസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ വരച്ച് വയ്ക്കണം. എന്താണ്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ബാരിയം കാർബണേറ്റ്, ബാരിയം ടൈറ്റാനേറ്റ്. ബാരിയം ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ബാരിയം കാർബണേറ്റും ബാരിയം ടൈറ്റാനേറ്റും ആണ് PTCക്ക് എക്സാമ്പിൾസ്. NTC ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. കൺസ്ട്രക്ഷൻ ഓഫ് തെർമിസ്റ്റർ നോക്കാം. പലതരത്തിൽ, പല രൂപത്തിൽ, ബീഡ് ടൈപ്പ്, പ്രോബ് ടൈപ്പ്, റോഡ് ടൈപ്പ്, ഡിസ്ക് ടൈപ്പ്, വാഷർ ടൈപ്പിലൊക്കെ തെർമിസ്റ്റർ ഉണ്ടാക്കാറുണ്ട് നമ്മൾ. അപ്പോൾ തെർമിസ്റ്ററിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RT R0 e⁻β 1/T - 1/T0 ആണ്. അതായത് RT എന്ന ടെമ്പറേച്ചർ അറ്റ് T കെൽവിൻ, ഓക്കെ, റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ T കെൽവിൻ. RT എന്ന് പറയുന്നത് എന്താണ്? R0 ഇൻറ്റു, അതായത് T0 എന്ന് പറയുന്ന കെൽവിനിലുള്ള, നമ്മളൊരു സ്റ്റാൻഡേർഡ് കെൽവിനിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, റെഫറൻസ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇൻറ്റു e⁻β എന്താണ്? അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഒരു 3400ൻ്റെയും 3900ൻ്റെയും ഇടയിലിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു 1/T - 1/T0. ടിയും T0യും എന്തൊക്കെയാണ്? ടെമ്പറേച്ചേഴ്സാണ്. മെഷർ ചെയ്യേണ്ട ടെമ്പറേച്ചറാണ് T0 എന്ന് പറഞ്ഞാൽ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ ഈ തെർമിസ്റ്റർ എങ്ങനെ മെഷർ ചെയ്യും? തെർമിസ്റ്റർ എങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. നമ്മുടെ തെർമിസ്റ്റർ ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അതിൽ ആദ്യം തന്നെ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു R1, R2, R3 കൂടാതെ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് വയ്ക്കും? തെർമിസ്റ്റർ വയ്ക്കും. ഓക്കെ, തെർമിസ്റ്റർ എന്താണ്? തെർമിസ്റ്ററിനകത്ത് ഒരു സെൻസിങ് എലമെൻ്റ് ഉണ്ട്. അത് സെൻസ് ചെയ്യും, ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് മാറും. അതാണ് അവിടെ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നോൺ വാല്യൂ ഓഫ് കറണ്ട് ഈ തെർമിസ്റ്റർ സെൻസിങ് എലമെൻറ്റിൽ കൊടുക്കും. എന്നിട്ട് ആ റെസിസ്റ്റൻസ് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, അപ്പോൾ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ നമുക്ക് മനസ്സിലായി ഇപ്പോൾ തെർമിസ്റ്ററിൻ്റെ വാല്യൂ എന്താണ്, റെസിസ്റ്റൻസ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി. ആ റെസിസ്റ്റൻസ് വാല്യൂ ഏത് ടെമ്പറേച്ചറിലാണെന്നും നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ ആ മീഡിയത്തിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട മീഡിയം ഉണ്ടല്ലോ, നമുക്ക് ഏത് മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിൽ കൊണ്ടുപോയിട്ട് ഈ തെർമിസ്റ്റർ വയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് മാറുമ്പോൾ എന്ത് സംഭവിക്കും? വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ വേരിയേഷൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഗാലനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. നൾ ഡിഫ്ലക്ഷൻ ആയിരിക്കില്ല, ഡിഫ്ലക്ഷൻ കാണിക്കുകയും അപ്പോൾ അങ്ങനെ മെഷർമെൻറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് കിട്ടും നമുക്ക് ഗാലനോമീറ്ററിൽ. ഡിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ അത് ടെമ്പറേച്ചറിൻ്റെ ഇതുമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ് ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത് നോക്കാം. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ടല്ലോ, മൊഡ്യൂൾ 3യിൽ വരുന്നതാണ്. അതിലാകെ ഒരു ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ. മൊഡ്യൂൾ 3 എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആപ്ലിക്കേഷൻസ് ഓഫ് തെർമിസ്റ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. തെർമിസ്റ്റർ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സിൽ, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റംസിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇത് തെർമൽ കണ്ടക്ടിവിറ്റി, പ്രഷർ, ലെവൽ ഓഫ് ലിക്വിഡ്സ് ഒക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ വാക്വത്തിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കും. മെഷർമെൻറ്റ് ഓഫ് പവർ അറ്റ് ഹൈ ഫ്രീക്വൻസീസിന് ഉപയോഗിക്കും. തെർമൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കും. ഇത് പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ടൈം ഡിലേ കൊടുക്കാനും തെർമിസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് LVDT. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് LVDT എന്ന് പറഞ്ഞാൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറാണ്. ഇത് ഒരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഫോമറാണ്. ഇതെന്ത് ചെയ്യും? ലീനിയർ മോഷനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡയഗ്രാംസും വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആദ്യം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളതാണ് ശരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ. LVDT ഇങ്ങനെ ഇരിക്കും കാണാൻ, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഇങ്ങനെ ഇരിക്കും കാണാൻ. അതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഇക്വലൻ സർക്യൂട്ടാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആകെ ഒരു പ്രൈമറി കോയിലുള്ളൂ. ഓക്കെ, സെക്കൻഡറിയിൽ, അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഓക്കെ, സെക്കൻഡറിയിൽ 2 സെക്കൻഡറി കോയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി കോയിൽ നിന്ന് വരുന്നത് നടുക്ക് ഒരു കോറും ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു കോറുണ്ട്. അപ്പോൾ ഈ അയൺ കോർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ഉണ്ട്, സെക്കൻഡറീസ് അപ്പോൾ 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 സെക്കൻഡറി വോൾട്ടേജസ് ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? V1 - V2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോറിലേക്കാണ് ഈ ലീനിയർ മോഷൻ കൊടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ കോറ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകും തോറും ഓരോ ഭാഗത്ത് ഫ്ലക്സ് ലിങ്കേജ് മാറി മാറി വരും. ഓക്കെ, അപ്പോൾ ഈ കോറ് റൈറ്റിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. റൈറ്റിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കോറ് ഇപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കോയിൽ 2 സെക്കൻഡറി കോയിൽ 2 ആയിട്ട് അതിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് കുറയും, കോയിൽ 1 ആയിട്ട് ഫ്ലക്സ് ലിങ്കേജ് കൂടും. ഓക്കെ, അപ്പോൾ V1 മൈനസ് V2 പോസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആണ്, നമുക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്, ലീനിയർ മോഷൻ അല്ലേ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ വോൾട്ടേജ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് റൈറ്റിലേക്കാണ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്, പോസിറ്റീവ് വാല്യൂ ആണ്. എത്ര വാല്യൂ വന്നു എന്നനുസരിച്ചിട്ട് എത്ര ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു, എത്ര ലീനിയർ മോഷൻ അതിനുണ്ടായി എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് റൈറ്റിലേക്കാണ് പോകുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? V1 മൈനസ് V2 എന്ന് പറയുന്നത് V2യിലുള്ള ഫ്ലക്സ് ലിങ്കേജ് കൂടുകയും V2 കൂടുകയും ചെയ്യുന്നു. സെക്കൻഡറിയിലുള്ള ഫ്ലക്സ് ലിങ്കേജ് സെക്കൻഡറി 2 ആയിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജ് കൂടുകയും V2 കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? V1 മൈനസ് V2 എന്ന് പറയുന്നത് നെഗറ്റീവാവും. നെഗറ്റീവായാൽ നമുക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് വന്നത്, കോറ് എങ്ങോട്ടാണ് നീങ്ങിയത്, റൈറ്റിലേക്കാണ് നീങ്ങിയത്. ഇനി ഒരു ചേഞ്ചും കാണിക്കുന്നില്ല, V1 മൈനസ് V2 0 ആണ് കാണിക്കുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കണം? കോറ് ന്യൂട്രൽ പൊസിഷനിലാണ്. ഓക്കെ, രണ്ടുമായിട്ട് ഒരേ മാതിരിയുള്ള ഫ്ലക്സ് ലിങ്കേജാണ് വരുന്നത്, V1 ഈക്വൽ ടു V2 ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ കോർ ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ V1 ഈക്വൽ ടു V2, V0 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, പിന്നെ റൈറ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ വരും കേട്ടോ, LVDTയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് 0-ലാണെങ്കിൽ 0 വോൾട്ടേജ് ആണ്, കോർ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോസിറ്റീവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അതനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക അത് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, എത്ര നെഗറ്റീവ് ആവുന്നു എന്ന് അനുസരിച്ചിട്ട് അത് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രെയിൻ ഗേജ് ആണ്. സ്ട്രെയിൻ ഗേജ് എന്താണ്? അത് ഒരു റെസിസ്റ്ററാണ്. സ്ട്രെയിൻ ഗേജ് സ്ട്രെയിൻ മെഷർ ചെയ്യാനുള്ള റെസിസ്റ്ററാണ്, സ്ട്രെയിൻ മെഷർ ചെയ്യുന്ന റെസിസ്റ്ററാണ്. അതൊരു ട്രാൻസ്ഡ്യൂസറാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറി എന്ന് വിചാരിക്കുക. ആ ഷേപ്പ് മാറുന്നതിന്, ഡിഫോർമേഷൻ ഓഫ് ഷേപ്പിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മെഷർ ചെയ്യുന്നതാണ് സ്ട്രെയിൻ ഗേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെസിസ്റ്റൻസ് മാറുന്നത്, ഇതെങ്ങനെയാണ് മെഷർ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കിയേ 2 ടെർമിനൽസ് ഉണ്ട്, ഒരു ഗ്രിഡ് പാറ്റേൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻസുലേഷൻ ലെയറും ആയിട്ട് ഒരു സ്പെഷ്യൽ ഗ്ലൂ ഇൻസുലേഷൻ ലെയർ ഉണ്ട്, എന്നിട്ടാണ് അതൊരു സാധനത്തിലേക്ക് വെക്കുക. ഇനി അവിടെ ഒരു സ്ട്രെയിൻ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ ഇത് മാറുകയാണ്. ഒന്നുകിൽ അത് കംപ്രസ് ആവും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലെങ്ത്ത് കൂടും. ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ ലെങ്ത്ത് കൂടുകയാണ് സംഭവിക്കണമെങ്കിൽ അത് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു നമ്മൾ, അല്ലേ? റെസിസ്റ്റർ ആണെന്ന് പറഞ്ഞു. റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? R=ρL ഡിവൈഡഡ് ബൈ A എന്നല്ലേ? ρ×L എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ്, ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ഓക്കെ, അപ്പം ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയും ലെങ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്നു സ്ട്രെയിൻ ഗേജിൽ കേട്ടോ. അപ്പോൾ ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലിട്ടിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇതിനൊരു ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടു മെക്കാനിക്കൽ സ്ട്രെയിനെയാണ് ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. R/ε എന്നാണ് അതിനെ പറയാം. ഓക്കെ, ഗേജ് ഫാക്ടർ. ഇനി ഒരു സ്ട്രെയിൻ ഗേജ് എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. സ്ട്രെയിൻ ഗേജിന് അപ്പോൾ ഈ സർക്യൂട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സ്ട്രെയിൻ ഗേജിൻ്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിഡ്ജിലിട്ടിട്ട്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലിട്ടിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ R1, R2, R3, R4ൻ്റെ ആമിൽ നമ്മളൊരു സ്ട്രെയിൻ ഗേജ് വെച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ R1ഉം R3 ൻ്റെ റേഷ്യോയും R1:R3 റേഷ്യോയും R2/R4 റേഷ്യോയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗേജ് അൺസ്ട്രെയിൻഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ ഗേജിലിപ്പോൾ സ്ട്രെയിനൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ ഗാൽവനോമീറ്റർ എന്തായിരിക്കും? അത് ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു സ്ട്രെയിൻ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് മാറുകയും അതിൽ ഒരു റീഡിങ് കാണിക്കുകയും ചെയ്യും. ബാലൻസ്ഡ് ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ബ്രിഡ്ജായി മാറും. റീഡിങ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് മനസ്സിലാവും. ആ റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് നമ്മൾ ഈ ഗേജ് ഫാക്ടർ വെച്ചിട്ട് അത് നമുക്ക് ഇതുമായിട്ട് സ്ട്രെയിനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ആർ ബൈ സ്ട്രെയിൻ ആണല്ലോ, റെസിസ്റ്റൻസ് ബൈ സ്ട്രെയിൻ ആണല്ലോ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഗേജ് ഫാക്ടർ അറിയാമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് വെച്ചിട്ട് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. സ്ട്രെയിൻ ഗേജിൻ്റെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ടെസ്റ്റിങ്ങിനും പിന്നെ സ്ട്രക്ചറൽ കോമ്പണൻസിനും ബ്രിഡ്ജിൻ്റെയൊക്കെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ബ്രിഡ്ജിനൊക്കെ എന്തോരം സ്ട്രെയിൻ എടുക്കാൻ പറ്റും എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിൻ ഗേജ് നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് അപ്പോൾ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. അതിനുപയോഗിക്കുന്ന ഇഫക്റ്റാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെയിൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാകും. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിൻ കാരണം ആ ചില ക്രിസ്റ്റൽസിൽ, ചില പ്രത്യേകതരം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന് വിളിക്കുന്ന ക്രിസ്റ്റൽസിൽ അതിൻ്റെ സർഫസിൽ കുറച്ച് ഇലക്ട്രിക് ചാർജസ് ഫോം ആവും. ഓക്കെ, അതിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് വഴി ഉണ്ടാകുന്ന ചാർജസ് മെഷർ ചെയ്യാൻ പറ്റിയാൽ, അതുണ്ടാക്കുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ട്രെയിൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. പുറമേന്ന് നമ്മൾ എക്സ്റ്റേണൽ എനർജി ഒന്നും കൊടുക്കേണ്ട, അത് വർക്ക് ചെയ്യാൻ, എനർജൈസ് ചെയ്യാൻ നമുക്ക് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറായിട്ട് തന്നെ അത് ഉപയോഗിക്കാം. അത് തനിയെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ ഒരു ബേസിക് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എക്സാമ്പിൾ ക്വാഡ്സ്, റോഷലെ സോൾട്ട്, ടൂർമലിനൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ഓക്കെ, പീസോ ഇലക്ട്രിക് ഫിനോമിനൻ കാണിക്കുന്ന ചില പ്രത്യേക ക്രിസ്റ്റൽസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. അതായത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെസ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ്സാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് എന്താണ്, ലെങ്ത്ത് കുറയുകയാണ് ചെയ്തത്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കുറയുകയും ടെൻസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടുകയുമാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്രസീവ് ആയിട്ടുള്ള സ്ട്രെങ്ത്താണ് കൊടുക്കുന്നതെങ്കിൽ, ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിച്ചു? ഒരു ഡെൽറ്റ ടി വ്യത്യാസം അവിടെ ഇത് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് ഇലക്ട്രോഡുകളിൽ തമ്മിലുള്ള ദൂരത്തിന് ഒരു ഡെൽറ്റ ടി വ്യത്യാസം ഉണ്ടാവുകയും, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെയാണ്, കപ്പാസിറ്റർ പോലെയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ, രണ്ട് ഇലക്ട്രോഡ് പ്ലേറ്റ് കുറയുകയും അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുകയും നമുക്ക് ആ ചേഞ്ച് ഔട്ട്പുട്ട് വോൾട്ടേജിൽ മെഷർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ആ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ അതെന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും? അത് ഈ പറയുന്ന ഫോഴ്സിന് പ്രൊപ്പോർഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോഴ്സ് പെർ ഏരിയ, അതായത് സ്ട്രെസ്സിന് പ്രൊപ്പോർഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് അവിടുത്തെ സ്ട്രെസ്സ് എത്രയാണ് അപ്ലൈ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. നോക്കൂ, വർക്കിങ്ങിന് നമ്മൾ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. അതായത് ഒരു മെറ്റൽ ഡയഫ്രം ഉണ്ട്, ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വഴി, അതൊരു മെക്കാനിക്കൽ ലിങ്ക് വഴി പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലേക്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ്. ഇനി ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്യാനൊരു ഡിവൈസും ഉണ്ട്. നമ്മളപ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു. എവിടെ പ്രഷർ അപ്ലൈ ചെയ്തു? ആ മെറ്റൽ ഡയഫ്രത്തിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്തു. അപ്പോൾ അതൊരു ടെൻസൈലോ കംപ്രസീവോ ആയിട്ടുള്ളൊരു ഫോഴ്സ് അവിടെ ഉണ്ടാക്കുകയും അത് എന്തിലേക്ക് മാറുന്നു? അത് നേരെ ഒരു മെറ്റൽ ലിങ്ക് വഴി, ഒരു മെക്കാനിക്കൽ ലിങ്ക് വഴി പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലേക്ക് ആ സ്ട്രെസ്സ് പോവുകയും ചെയ്യുന്നു, അല്ലേ? ആ ചേഞ്ച് ഇൻ ലെങ്ത്ത് ഇവിടെ ആ ഡയഫ്രത്തിന് ഉണ്ടാവുന്ന, ആ ഡയഫ്രം കൊറുഗേറ്റഡ് ആണ്, അല്ലേ? അത് നേരെയുള്ളതല്ല, അതിനൊരു വളവുണ്ട്. ആ വളവുള്ളത് കൊണ്ട് തന്നെ അതിന് നീട്ടം വെക്കാനും സാധ്യത കൂടുതലാണ്, അല്ലേ? അപ്പോൾ ആ ലെങ്ത്ത് മാറുന്നതൊക്കെ എന്ത് വഴി? മെക്കാനിക്കൽ ലിങ്ക് വഴി പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലേക്ക് പോവുകയും അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുകയും അവിടെ എന്ത് സംഭവിക്കുന്നു? ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ പുറത്ത് സർഫസിൽ കുറച്ച് ചാർജസ് ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ചാർജസ് ജനറേറ്റ് ആവുകയും അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ആവുകയും ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ എന്തിന് പ്രൊപ്പോർഷനിലാണ്? ഈ അപ്ലൈഡ് പ്രഷറിന് പ്രൊപ്പോർഷനിലാണ്, ഫോഴ്സ് പെർ ഏരിയയ്ക്ക് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ നമുക്ക്
വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈഡ് പ്രഷർ എത്രയാണെന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ആപ്ലിക്കേഷൻസ് ഇതിന് നല്ല സ്റ്റെബിലിറ്റിയാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്. അതുകൊണ്ട് തന്നെ ഓസിലേറ്റേഴ്സൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അൾട്രാസോണിക് ജനറേറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് സോണാറിലാണ് ഉപയോഗിക്കുക. സോണാർ എന്തിനാണ് ഉപയോഗിക്കുക? അണ്ടർ വാട്ടർ ഡിറ്റക്ഷനൊക്കെ ഉപയോഗിക്കുന്നത് സോണാറാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ അപ്പാരറ്റസ്, ക്ലീനിങ്ങിനുള്ള ഇൻഡസ്ട്രിയൽ അപ്പാരറ്റസിലൊക്കെ ഇതാണ് ഉപയോഗിക്കുക. മൈക്രോഫോൺസിലും സ്പീക്കേഴ്സിലും ഇലക്ട്രിക് സിഗ്നലിനെ സൗണ്ടാക്കി മാറ്റാനും തിരിച്ചുമൊക്കെ പീസോ ഇലക്ട്രിക് സിഗ്നൽസാണ് ഉപയോഗിക്കുക. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഇസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈറ്ററിലൊക്കെ പീസോ ഇലക്ട്രിക് സിഗ്നലാണ് ഉപയോഗിക്കുക. പിന്നെ ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് ഫോഴ്സ്, പ്രഷർ, സ്ട്രെയിൻ, ടോർക്ക്, ആക്സിലറേഷൻ ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ, ഇതിൻ്റെയൊക്കെ ഫോർമുലാസ് റിലേറ്റഡ് അല്ലേ. അപ്പോൾ ഒരു പ്രഷർ മെഷർ ചെയ്താൽ തന്നെ നമുക്ക് ഫോഴ്സ് കിട്ടും. ഏരിയ അറിയാമെങ്കിൽ പ്രഷർ മെഷർ ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അതേപോലെ ഫോഴ്സ് മെഷർ ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഫോഴ്സിൻ്റെ തന്നെ റൊട്ടേറ്റിംഗ് ഫോഴ്സിനെയാണ് ഈ ടോർക്ക് എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ വഴി ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ലോഡ് സെല്ല്. ലോഡ് സെല്ല് എന്താണെന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ സ്ട്രെയിൻ ഗേജസ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, 4 സ്ട്രെയിൻ ഗേജാണ് ഉപയോഗിക്കുക. ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ലോഡിനെ അല്ലെങ്കിൽ ഫോഴ്സിനെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോഴ്സ് റെക്കോർഡ് ചെയ്യാനും ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ലോഡ് സെല്ല് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ലോഡ് സെല്ല് എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കും കാണാൻ. അതായത് നമ്മൾ വിചാരിക്കുക ഇപ്പോൾ ഒരു R1 R4 എന്ന് പറഞ്ഞാൽ 2 സ്ട്രെയിൻ ഗേജുകളുണ്ട്. അത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, വെർട്ടിക്കലിയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ R2 R3യും നമ്മൾ സർക്കംഫറൻഷ്യലി ആണ് വെച്ചിട്ടുള്ളത് എന്നും വിചാരിക്കുക. അതായത് ഇതൊരു സ്റ്റീൽ സിലിണ്ടറിൻ്റെ രൂപത്തിലാണ് ഈ ലോഡ് സെല്ല് ഉള്ളത്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെർട്ടിക്കലി R1 R4 വെച്ചിട്ടുണ്ട്. അതിൻ്റെ സർക്കംഫറൻസിന് ചുറ്റളവിന് സമാന്തരമായിട്ട് R2 R3യും വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയും വെച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പോലെ ഇലക്ട്രിക്കലി കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫിഗറും വരയ്ക്കണം. നമ്മൾ വേറെ എവിടെയും വരയ്ക്കണം. നമ്മുടെ ഞാൻ താഴെ ഒരു ഫിഗറും കൂടെ കാണിച്ചു തരാം, അതും കൂടെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഒരു ലോഡ് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരു പ്രഷർ ഞാൻ കൊടുത്തു, മുകളിൽ ഒരു പ്രഷർ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ R1ഉം R4ഉം ഈ കംപ്രസ് ആവുന്നുണ്ട് അല്ലേ. R1ഉം R4ഉം കംപ്രസ് ആവും. ആ 2 സ്ട്രെയിൻ ഗേജുകളും കംപ്രസ് ആവും. അത് കംപ്രസ് ആവുന്നത് പോലെ തന്നെ അതെന്തുകൊണ്ടാണ് കംപ്രസ് ആവുന്നതെന്ന് മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ടാണ്? മുകളിൽ നിന്ന് ലോഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയല്ലേ ചെയ്യുക. R1ൻ്റെ R4ഉം വെർട്ടിക്കലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത്ത് കുറയും. സ്ട്രെയിൻ ഗേജ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുകയോ കുറയുകയോ ചെയ്യും. ഇവിടെ ഇപ്പോൾ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് കുറയും. അതിൻ്റെ ലെങ്ത്ത് കുറയുകയും R2ൻ്റെ R3യുടെ ലെങ്ത്ത് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? റെസിസ്റ്റൻസിൻ്റെ ലെങ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്ററിൻ്റെ ലെങ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയും റെസിസ്റ്റൻസിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ ഇത് കൂടുകയാണ്, R കൂടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, വർക്കിങ്ങിൽ ലോഡ് സെല്ലിൻ്റെ വർക്കിങ്ങിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് R1 R4 R2 R3 ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് വരിക. അപ്പോൾ R1ഉം R4ഉം ഒരു കംപ്രസീവ് ലോഡ് വരുമ്പോൾ R1ഉം R4ഉം കംപ്രഷൻ ഉണ്ടാവും, അവിടെ ഡിക്രീസ് ഇൻ ലെങ്ത്ത് ഉണ്ടാവും. ഡിക്രീസ് ഇൻ ലെങ്ത്ത് ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയും അതേപോലെ R2ഉം R3യും ടെൻഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത്താണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രെയിൻ ഉണ്ടാവുകയും റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആയി. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് വരുമ്പോൾ ബാലൻസ്ഡ് ആണെങ്കിൽ നള്ളായിരിക്കും, ഡിഫ്ലക്ഷൻ നള്ളായിരിക്കും, ഔട്ട്പുട്ടൊന്നും ഇല്ല. പക്ഷേ ഔട്ട്പുട്ട് വരുമ്പോൾ അൺബാലൻസ്ഡ് ആകുമ്പോൾ, ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ഇൻ വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മതി. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്ട്രെയിൻ ഗേജിൻ്റെ ഗേജ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്രയാണ് സ്ട്രെയിൻ ഉണ്ടായത് എന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലോഡ് സെൽ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നറിയോ? വെയിങ് സ്കെയിൽ ആപ്ലിക്കേഷൻസിൽ, കിച്ചണിൽ, ഹോം പർപ്പസിലൊക്കെ ഉള്ള വെയിങ് സ്കെയിലില്ലേ, അതിലൊക്കെ ഈ സ്ട്രെയിൻ ഗേജാണ്, ലോഡ് സെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സ്ട്രെയിൻ ഗേജ് വീറ്റ് സ്റ്റോൺ സെറ്റപ്പിലിട്ടിട്ട് മെഷർ ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത്. ലോഡ് സെൽസ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉപയോഗിക്കും. കൺവെയർ ബെൽറ്റിൽ, ഹോപ്പർ സ്കെയിൽസിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ മറൈൻ ആപ്ലിക്കേഷൻസിൽ, ഡാം കൺസ്ട്രക്ഷനിലും മെറൈൻ ട്രെയിനിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. എയറോസ്പേസ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ
മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ എവിടെ റീഹാബിലിറ്റേഷൻ എക്യുപ്മെൻറ്റിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്തോരം സ്ട്രെസ്സും സ്ട്രെയിനും അതിന് ഇത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മെഷർ ചെയ്യേണ്ടത്. അതിന് ലോഡ് സെല്ല് വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുക കേട്ടോ. ബ്രിഡ്ജസിൽ, റോഡിൽ, റെയിൽവേസിലൊക്കെ ലോഡ് സെല്ല് അപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നല്ലോണം പഠിക്കുക. മൊഡ്യൂൾ 4 അടുത്ത ദിവസം പരീക്ഷയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.